ശരിക്കും ഈ കിസാഷി എന്ന് പറഞ്ഞാൽ കാലം തെറ്റി ഇറങ്ങിയ വണ്ടിയാണോ അതോ ഇപ്പോൾ ഇറങ്ങി ഇതിന് നല്ലൊരു സ്വീകാര്യത കിട്ടുമോ? ഓക്കെ, ഇതാണ് ആ എൻജിൻ വരുന്നത്. 2.4 ലിറ്റർ J24 നാച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിൻ. ഈ എൻജിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന BHP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർ ഓഫ് മാരുതി വിച്ച് ഹാഡ് പുഷ് സ്റ്റാർട്ട് ബട്ടൺ. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അതായത് എന്തുകൊണ്ട് കിസാഷി ഫെയിലായി, എന്തുകൊണ്ട് അറിയപ്പെടാതെ പോയി. ഇതൊക്കെ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ആക്ച്വലി ഗ്ലോബലി സുസുക്കി ഈസ് എ വെരി എന്താ പറയുക, ചിലൊരു ഫോർ സം റീസൺ അത് നടന്നുപോയി. നമ്മൾ ബാക്കിലേക്ക് വരാന്ന് വെച്ചാൽ വീണ്ടും അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ടോക്കി വിത്ത് കാസ് ആൻഡ് കാർ സ്റ്റോറി ബൈ ഡൊമിനിക്. ഈ 2 എപ്പിസോഡാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ഈ 2 എപ്പിസോഡ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ടോക്കി വിത്ത് കാസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലായിട്ട് കാണുന്ന കുറേ ഫാൻ ബേസ് അല്ലെങ്കിൽ ഫാൻ ഫോളോയിങ് ഉള്ള കാസിൻ്റെ റിവ്യൂസാണ് നമ്മൾ ഈ ടോക്കി വിത്ത് കാസിൽ നമ്മൾ ചെയ്യുന്നത്. ഈ കാർ സ്റ്റോറി ബൈ ഡൊമിനിക്കിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാസിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രാൻഡ്സിൻ്റെ ഒക്കെ സ്റ്റോറീസ്, എങ്ങനെയാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്, ഈ ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കാനായിട്ട് അവരുണ്ടാക്കിയ സ്ട്രാറ്റജീസ് എന്താണ്, ഈ ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് കിട്ടിയ സ്വീകാര്യത എന്താണ്, അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെയാണ് നമ്മൾ കാർ സ്റ്റോറി ബൈ ഡൊമിനിക്കിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നപ്പോൾ നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ചെയ്യുന്നത്. ഈ കാർ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തായിരിക്കും എപ്പിസോഡ് എന്നുള്ളത്. ആ എപ്പിസോഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദ ഫോർഗോട്ടൻ ജെംസ് ഓഫ് ഇന്ത്യൻ കാർ മാർക്കറ്റ് ഹിസ്റ്ററി. യെസ് ഗൈസ്, ഈ നമ്മൾ കാലം തെറ്റി ഇറങ്ങിയ വണ്ടി എന്നൊക്കെ പറയും. ഇറങ്ങിയ ടൈമിൽ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി, എന്നാൽ ഇപ്പോൾ ഭയങ്കരധികം ജനസ്വീകാര്യത അല്ലെങ്കിൽ ഒരു കളക്റ്റബിൾ അല്ലെങ്കിൽ കൾട്ട് ക്ലാസിക് എന്നൊക്കെ പറയാവുന്ന കാസിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഫോർഗോട്ടൻ ജെംസ് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതി സുസുക്കി കിസാഷി എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് കാറാണ്. എന്തുകൊണ്ടാണ് ഈ മാരുതിയുടെ കാറ് അണ്ടർ റേറ്റഡ് ആയി പോയത്? നമുക്കറിയാം, മാരുതി എന്ന് പറഞ്ഞാൽ അവർ കൈവച്ച മേഖലയൊക്കെ അല്ലെങ്കിൽ കൈവച്ച എല്ലാ സെഗ്മെൻറ്റും ഡോമിനേറ്റ് ചെയ്ത ചരിത്രം മാത്രമേ നമ്മുടെ മാരുതിക്കുള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കിസാഷി അറിയപ്പെടാതെ പോയി? നമ്മുടെ മാരുതിയുടെ മെയിനായിട്ടുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റ്, നമ്മുടെ ഫോക്സ് വാഗൻ, നമ്മുടെ ഹോണ്ട, ഇതൊക്കെ ഭരിച്ചിരുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റ് കൈയടക്കി വയ്ക്കാനായിരുന്നു നമ്മുടെ മാരുതിയുടെ ഉദ്ദേശം. ബട്ട് ഫോർ സം റീസൺ അത് നടന്നില്ല. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരുതി തന്നെയാണ് നമുക്ക് പറയാം. അതായത് മാരുതിന് മുന്നേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ല എക്കോണമിക്കലായിട്ടുള്ള കാർസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓൾട്ടോ, സ്വിഫ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് വേഗണാർ, അതേപോലത്തെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ 2.4 ലിറ്റർ ഉള്ളൊരു ബീസ്റ്റിനെ അവിടെ ഇറക്കി വിട്ടു, പ്രീമിയം സെഗ്മെൻറ്റ് കൈയടക്കി വയ്ക്കാനായിട്ട്. അതുമാത്രമല്ല, ഇതൊരു CB യൂണിറ്റാണ്, ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ റേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ 18 ലക്ഷത്തിന് മേലെയായി. ആ ഒരു സമയത്ത് നമുക്ക് ഫോക്സ് വാഗൻ്റെ പസാട്ട് ഉണ്ട്, ഫിയറ്റിൻ്റെ ലീനി ഉണ്ട്, ഈ ഹോണ്ട അക്കോർഡ് ഉണ്ട്, അങ്ങനെ ഒരുപാടധികം കാസ് ഉണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ബയേഴ്സ് വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാഷിന് മാരുതി മേടിക്കുന്നത്, ഈ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ വേറെ നല്ല സ്റ്റാറ്റസ് സിമ്പിളായിട്ടുള്ള ഫോക്സ് വാഗൻ മേടിക്കാം. അതുപോലെ ഒരുപാട് ബ്രാൻഡ്സ് എടുക്കുന്നുണ്ട് ഈ ഒരു 18 ലക്ഷം രൂപയ്ക്ക്. എന്തുകൊണ്ട് ഞാൻ മാരുതി മേടിക്കണം? എന്തിനാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് ഇത്ര ലക്ഷറി ആയിട്ടുള്ളൊരു കാർ മേടിക്കുന്നത്? ആ ഒരു ചിന്തയായിരിക്കാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിസാഷിനെ വില്ലനായി മാറിയത്. വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഈ സുസുക്കി കിസാഷി ഈസ് നോട്ട് എ മാരുതിസ് പ്രൊഡക്റ്റ്. അത് ഒരുപാട് പേർക്ക് അറിയില്ല. അതായത് ഈ സുസുക്കി കിസാഷിയുടെ പിന്നിൽ ബാഡ്ജിങ്, മാരുതിയുടെ ബാഡ്ജിങ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഈ മാരുതി എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡും
സുസുക്കി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ബ്രാൻഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മാരുതി സുസുക്കിയും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ മേജ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു CB യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മാരുതിയുടെ കാറല്ല, മാരുതിയുടെ പ്രൊഡക്റ്റ് അല്ല, ഇത് സുസുക്കിയുടെ OG പ്രൊഡക്റ്റ് ആണ്. ആൾക്കാർ വിചാരിച്ചു ദിസ് ഇസ് എ മാരുതി സുസുക്കി. അവരെ കുറ്റം പറയാനും പറ്റില്ല. മാരുതി സുസുക്കിയുടെ ലോഗോ എന്ന് പറഞ്ഞപ്പോ സുസുക്കിയുടെ ലോഗോ തന്നെയാണ്, ആണ്. നമ്മുടെ വാഗണർ ആണെച്ചാലും സ്വിഫ്റ്റ് ആണെച്ചാലും എല്ലാത്തിലും ഈ സെയിം ലോഗോ തന്നെ വരുന്നത്. അപ്പൊ ഈ ലോഗോക്ക് ഈ ലോഗോ വെച്ചുള്ള ഒരു കാർ ഇറങ്ങുമ്പോൾ ഒരു 18 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് ബയ്യേഴ്സ്, ഇന്ത്യൻ ബയ്യേഴ്സ്, അത്രയ്ക്കും എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ള ബയ്യേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആ സെൻസിറ്റിവിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഫോർഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഈ ഓപ്പൽ, നമ്മുടെ മിസ്റ്റുബിഷി, ഇതൊക്കെ നിർത്തി പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ബയേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആ ഒരു ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു കാറ് കൊണ്ടുവന്നാൽ അത്ര വലിയൊരു വിജയമാവാനായിട്ട് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ കിസാഷി എന്ന് പറഞ്ഞാൽ കാലം തെറ്റി ഇറങ്ങിയ വണ്ടിയാണോ, അതോ ഇപ്പോൾ ഇറങ്ങി ഇതിന് നല്ലൊരു സ്വീകാര്യത കിട്ടുമോ? അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം. നമുക്ക് നേരെ ഈ കിസാഷിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് പോവാം. നമ്മൾ ഈ കിസാഷിനെ വ്യത്യാസമാക്കുന്നത് ഇതിൻ്റെ എൻജിൻ ഹുഡ് തന്നെയാണ്. അത് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഹുഡ് ഒന്ന് തുറന്ന് കാണാം. ഓക്കെ, ഇതാണ് ആ എൻജിൻ വരുന്നത്. 2.4 ലിറ്റർ J24 നാച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിൻ. ഈ എൻജിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന BHP എന്ന് പറഞ്ഞാൽ 176 BHP പവറും 230 Nm ടോർക്കാണ്. ഒരു സുസുക്കിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്ര പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി വരുന്ന ഒരാളും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ്. ഞാൻ സാധാരണ എൻജിൻ ഹുഡ് ഓപ്പൺ ചെയ്ത് സംസാരിക്കാറുള്ളത് ജർമ്മൻ കാസിലാണ്. നമ്മുടെ ഫോക്സ് വാഗൻ, അതുപോലെ തന്നെ BMW, ഇങ്ങനത്തെ കാസ് വരുമ്പോഴാണ് ഞാൻ ഏറ്റവും ആദ്യം എൻജിൻ ഹുഡ് ഓപ്പൺ ചെയ്ത് സംസാരിക്കാറ്. ജർമ്മൻ എൻജിൻസിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ബട്ട് ഇത് OG JDM എൻജിനാണ്, ജപ്പാനീസ് എൻജിൻ, ഒറിജിനൽ സുസുക്കിയുടെ എൻജിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആണെച്ചാലും ആ ക്വിക്ക് റെസ്പോൺസ് ആണെച്ചാലും നമ്മളെ ശരിക്കും എന്താ പറയുക, അങ്ങനെ ഇരുത്തി കളയുമെന്ന് പറയില്ലേ, അമ്മാതിരി ഒരു ഫീലാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുക. അത് നമ്മളെന്തായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ എൻജിൻ ഹുഡ് വരുന്നത്. അപ്പോൾ നമ്മൾ കിസാഷിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ വരുമ്പോൾ അത്യാവശ്യം വലിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് ആണ് കാണുന്നത്. ഒരു സൈഡ് നമ്മുടെ പ്രൊജക്ടർ കാണാം, പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഹാലജനും കാണാം. ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണുമ്പോൾ നമുക്കൊരു സിയാസിൻ്റെ ഒക്കെ ഒരു ഓർമ്മ കിട്ടും. എങ്കിലും അതിനാളും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്നോളം വേണമെങ്കിൽ നമുക്ക് പറയാം സിയാസിൻ്റെ ഡിസൈൻ. ബട്ട് ഇത് സിയാസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള, സിയാസ് ജിമ്മിന് പോയി പുറത്തിറങ്ങിയ വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ നമ്മുടെ ഗ്രിൽസ് നോക്കാന്ന് വെച്ചാൽ ഒരു യൂണീക്കായിട്ടുള്ള ഒരു ഗ്രിൽസാണ്. ആ ഒരു ടൈമിൽ സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഇത്രയ്ക്ക് നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പുറത്ത് വരുന്ന ആരും വിചാരിച്ചില്ല. ഈ ഡിസൈനിൻ്റെ ഒപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും കൂടി കൂട്ടിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വില കൂടി. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ നേരത്തെ ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത CB യൂണിറ്റ് ആണ്. അപ്പോൾ 18 ലക്ഷം രൂപ ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ സെയിൽസ് ഡൗൺ ആയത്. നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. ഇവിടെ ഗ്രിൽസിൽ അത്യാവശ്യം നല്ലൊരു മെഷായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. അവിടെ നമുക്ക് സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ അടിയിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടോ ചെയ്യാനുള്ള ഹുക്ക് ഉണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് യൂണിറ്റ്സ്, എയർ ഡാം യൂണിറ്റ്സ്, ഇതാണ് ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ ബോണറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ബൾജായിട്ടുള്ള ഒരു ബോണറ്റ് ലൈൻസ് ഉണ്ട്. 2 ബോണറ്റ് ലൈൻസ് 2 സൈഡിലുണ്ട്. നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഏറ്റവും നമ്മുടെ കണ്ണുപോവുക ഈ അലോയ്ക്കാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത അലോയാണ്. അതുപോലെ തന്നെ ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. 255, 55, 18 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ആൻഡ് നമ്മൾ ഈ ഫെൻഡറും കാര്യങ്ങളും ഈ വീലർച്ചും വളരെ വലിയൊരു വീലർച്ചും ഭയങ്കര വലിയൊരു ബൾക്കി ആയിട്ടൊരു ഫെൻഡറാണ് വരുന്നത്. ആ ഒരു ഫെൻഡർ തന്നെയാണ് ഈ വണ്ടിക്ക് ഒരു മസ്കുലർ ലുക്ക് കൊടുക്കണമെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തിരി നമ്മൾ എന്താ പറയുക, സിയാസിൻ്റെ ഫെൻഡേഴ്സ് കട്ട് ചെയ്ത് വൈറ്റ് ബോഡി കിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഫെൻഡേഴ്സ് ഇരിക്കുന്നത്. സിയാസ് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് ഇത്തിരി വൈറ്റ് ബോഡി കിറ്റ് കയറ്റി ഇറക്കുക, അതേപോലെ അത്രയും ബൾജി ആയിട്ടാണ് ഇതിൻ്റെ ഫെൻഡേഴ്സ് ഇരിക്കുന്നത്. ആൻഡ് നമ്മളിവിടെ വരുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമേറിയ ഒരു സൈഡ് മിറർ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ സാധാരണ കാണുന്ന കാറിനെയാളും സുസുക്കിയുടെ കാസിനെയാളും വിട്ടിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സൈഡ് മിററാണ് വരുന്നത്. ആൻഡ് നമ്മൾ ഡോർ ഹാൻഡിൽസിൽ നോക്കുകയാണെന്ന് വെച്ചാൽ റിക്വസ്റ്റ് സെൻസർ കാണാം. അതുപോലെ ഒരുപാടധികം ഫീച്ചേഴ്സ്, അത്രയും ഫീച്ചർ റിച്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് 2012 സുസുക്കി എന്നൊരു കാറിനെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പുതുമയായിരുന്നു. നമ്മൾ പില്ലർ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറിൽ തന്നെയാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. നമ്മൾ ബാക്കിലേക്ക് വരാമെന്ന് വെച്ചാൽ വീണ്ടും അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഫെൻഡേഴ്സ്,
പിന്നെ എലോയ്. ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് ആ സി പില്ലർ ഇങ്ങനെ ഒഴുകി നല്ലൊരു ഭംഗിയുള്ള അതായത് ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു കാർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ നമുക്ക് ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട് ബാക്കിൽ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു സുസുക്കിയുടെ കാറാണോ എന്ന് സംശയിച്ചു പോകും. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിച്ചിരിക്കുന്ന ഒരു സുസുക്കിയുടെ കാറാണോ എന്ന് നമ്മൾ വിചാരിക്കും. അതായത് നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്, SX4 ഉണ്ട്, നമ്മുടെ സിയാസ് ഉണ്ട്, സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഇതൊക്കെ ഒരു കോമ്പാക്റ്റ് സെഡാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ശരിക്കും ഒരു ലാർജ് സൈസ് സെഡാൻ എന്ന് പറയുമ്പോൾ. ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈൽ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോകാം. നമ്മൾ ഈ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുക ഈ ടൈലൈറ്റ്സ് തന്നെയാണ്. ഈ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കുന്ന വളരെ മനോഹരമായൊരു ടൈലൈറ്റ്സ് കാണാം. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. അതായത് ഒരു ബാക്ക് സൈഡാണ് നമുക്ക് കാണുന്നുള്ളത്. ഈ ബാക്കിൽ ബമ്പേഴ്സ് ആണെച്ചാലും ഈ ഡിക്കി ആണെച്ചാലും എല്ലാം നല്ല സൈസ് ആയിട്ടുള്ള നല്ല ബൾക്കി ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ബാക്കിലത്തെ സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത് ഡിക്കിയിലാണ്. സാധാരണ നമ്മുടെ കാസിലൊക്കെ ഈ മിറേഴ്സിലാണ് ഈ ലൈറ്റ് വരിക, ബട്ട് ഇത് നമ്മുടെ ഡിക്കിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. എന്താ കിസാഷി, അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, അത് ആ കിസാഷിയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ അടിക്ക് വരുമ്പോൾ റിവേഴ്സ് സെൻസർ, അങ്ങനത്തെ സെൻസേഴ്സ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, ബട്ട് അതിനേക്കാളും മനോഹരമായ 2 സാധനങ്ങളുണ്ട് ഇതിൽ. യെസ്, ദ ഡുവൽ എക്സോസ്റ്റ്. രണ്ടും ഫങ്ഷണലാണ്, ഷോക്ക് വേണ്ടി വെച്ചായിരുന്നല്ല, രണ്ടും വർക്ക് ചെയ്യും. ഇത് ഡ്യുവൽ എക്സോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാൻ നോക്കാം. കാല് കൊടുത്തേ. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയറത്തെ വിശേഷം എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഇൻറ്റീരിയർ കാണാം വണ്ടിയുടെ. നമ്മൾ എക്സ്റ്റീരിയർ മെയിനായിട്ട് കാണാനുള്ളത് എൻജിൻ ഹുഡ് തന്നെയാണ്. ബാക്കി പിന്നെ ഇതിൻ്റെ വൈറ്റ് ബോഡി ആയിട്ടുള്ള ഫെൻഡേഴ്സും പിന്നെ ബമ്പേഴ്സും കാര്യങ്ങളും മാത്രമാണ്. ബാക്കിയെല്ലാം സാധാരണ ഒരു കാറിനെ പോലെ തന്നെയാണ്. ബട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഗ്ലോബലി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു കാർ തന്നെയാണ് നമ്മുടെ സുസുക്കിയുടെ. സാധാരണ നമ്മൾ സുസുക്കിയിൽ നിന്ന് കേൾക്കുമ്പോൾ പപ്പടം എന്നൊക്കെയാണ് നമ്മൾ കളിയാക്കി വിളിക്കുക. ഒരു തട്ടുമിക്കും പപ്പടം പൊടിഞ്ഞു പോവും എന്ന് പറയുന്ന സുസുക്കി അല്ലായിരുന്നു ജപ്പാനിലുണ്ടായിരുന്ന ഈ കിസാഷി എന്ന് പറഞ്ഞ കാറ്. ഒരു ഗ്ലോബലി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ, അത്രയും സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുത്ത, അത്രയും എന്താ പറയുക ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു കാറാണ് കിസാഷി. നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ആൻഡ് നമ്മൾ ഇൻറ്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ഇൻറ്റീരിയറാണ്. നമുക്ക് ശരിക്കും ഒരു പ്രീമിയം കാറിൽ, ഒരു ലക്ഷറി കാറിലിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ നമുക്ക് കിട്ടും. നമ്മൾ ഏറ്റവും ആദ്യം ഇൻറ്റീരിയർ കയറുമ്പോൾ, നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറുമ്പോൾ ഈ സ്റ്റിയറിംഗ് ഹാൻഡിലാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുക. നമുക്ക് സ്റ്റിയറിംഗ് ഹാൻഡിൽ തന്നെ തുടങ്ങാം. ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൾ കാണാം, ഇവിടെ വോളിയം ബട്ടൺ കാണാം, ഒരുപാടധികം ബട്ടൺസ്. ആ ഒരു ടൈമിൽ നമ്മളെ സുസുക്കിയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഹോണ്ട ഒരു ഇത് അല്ലാതെ വേറൊരു ബട്ടൺസ് നമുക്ക് സ്റ്റിയറിംഗ് വീലുമ്പോൾ കാണാൻ പറ്റില്ല. ഈ സ്റ്റിയറിംഗ് വീലിൽ ഈ ബട്ടൺസ് അല്ലാതെ വേറൊരു സംഭവം കൂടി ഉണ്ട്. യെസ്, ദ പെഡൽ ഷിഫ്റ്റേഴ്സ്. സുസുക്കിയുടെ ഒരു കാറിൽ നിന്ന് ഈ പെഡൽ ഷിഫ്റ്റേഴ്സ്, ഞാൻ ഈ സുസുക്കിയുടെ കാർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയ സുസുക്കിയുടെ കാറിൽ ഒരു പെഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക അത്ഭുതം തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ അത്രയും ലക്ഷറീസ് കാറായി നമ്മുടെ എക്കോഡ്, സിവിക്ക് അങ്ങനത്തെ കാസിലാണ് നമ്മൾ ഈ പെഡൽ ഷിഫ്റ്റേഴ്സ് കണ്ടിരിക്കുന്നത്. അതുപോലെ ആ റേറ്റ് ഉണ്ട് ഈ കാറിനെങ്കിലും പെഡൽ ഷിഫ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു റയർ സാധനമായിരുന്നു നമ്മുടെ സുസുക്കിയിൽ. ആൻഡ് ഇത് ഞാൻ പറഞ്ഞു CB യൂണിറ്റാണ്. ഇതിലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് ലെഫ്റ്റ് സൈഡും വൈപ്പേഴ്സിൻ്റെ ഇത് റൈറ്റ് സൈഡാണ് വരിക. ഈ ജർമ്മൻ കാസിലൊക്കെ കാണുന്ന പോലെ, ജർമ്മൻ കാസ് ആൻഡ് അമേരിക്കൻ കാസിലൊക്കെ കാണുന്ന പോലെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം തോന്നുന്നു എനിക്ക് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും ലെഫ്റ്റ് സൈഡിൽ വൈപ്പേഴ്സും വരുന്നത്. ബാക്കി നമ്മൾ ഷെവർലയുടെ കാർ നോക്കുകയാണെച്ചാലും ഫോക്സ്വാഗൻ്റെ കാർ നോക്കുകയാണെച്ചാലും എല്ലാത്തിലും ഈ നേരെ തിരിച്ചുള്ള സംഭവങ്ങളാണ് വരുന്നത്. അതായത് ഈ സൈഡിൽ ഇൻഡിക്കേറ്ററും ഈ സൈഡിൽ വൈപ്പേഴ്സും. എനിവേ ലീവ് ഇറ്റ്. അപ്പോൾ പിന്നെ മീറ്റർ നോക്കുമ്പോൾ ടാക്കോമീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്കോമീറ്റർ, അതേപോലെ തന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഇവിടെ ഹീറ്റ്, ആ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ചൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്പ്ലേന് നടുവിൽ കാണാണ്ട് ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ. ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ സിയാസിനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഈ ടാറ്റയുടെ നമ്മുടെ ടിയാഗോക്ക് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട്, ഇത് 2012 വണ്ടിയാണ്, 12 ഇതുണ്ടായിരുന്നില്ല സുസുക്കിക്ക്. അത് കഴിഞ്ഞ് 2014, 15 ഒക്കെ ആയപ്പോൾ വന്നു തുടങ്ങി, നമ്മുടെ സിയാസിലൊക്കെ വന്നു തുടങ്ങി ഇതേപോലത്തെ മീറ്റർ കൺസോൾ. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ ഉണ്ട്, നമ്മുടെ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള ലെവലർ ഉണ്ട്. ദിസ് എ ഫസ്റ്റ് കാർ ഓഫ് മാരുതി വിച്ച് ഹാഡ് പുഷ് സ്റ്റാർട്ട് ബട്ടൺ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫസ്റ്റ് കാറാണ് ഇത് പുഷ് സ്റ്റാർട്ട് ഉള്ളത്. നമ്മുടെ ഇതിന് മുന്നുള്ള കാസൊക്കെ
കീ വെച്ച് തിരിച്ച് നമ്മൾ സാധാരണ ഇപ്പോഴും കാണുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇതാണ് നമ്മുടെ മാരുതിയിലെ ഏറ്റവും ഫസ്റ്റത്തെ കീലെസ് എൻട്രി വരുന്ന കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ആക്കിയാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ ഈ സെൻട്രൽ കൺസോൾ നോക്കുമ്പോൾ ഡോണ്ട് എക്സ്പെക്ട് ദി ഫാൻസി ഐറ്റംസ് ലൈക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ, കാർ പ്ലേ, നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ ഒന്നും നമ്മൾ വിചാരിക്കാനേ പാടില്ല. 2012 വണ്ടിയാണ്. സോ ഇതിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു സെൻട്രൽ കൺസോളാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ഡുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതുപോലെ നല്ല അടിപൊളി എ സി ആണ് കേട്ടോ. എ സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ സബ് വൂഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇടാം. ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഇട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സിൽവർ ലൈൻ കാണാം. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞൻ GTR ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക്. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഈ ഓട്ടോ ഡിമ്മ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റിയർ വ്യൂ മിറർ കാണാം. സൺഗ്ലാസ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ സൺഗ്ലാസ് ഹോൾഡേഴ്സൊക്കെ ആ ടൈമിൽ BM പോലത്തെ വലിയ വലിയ ഗ്ലാസ്സിനാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്താ സൺഷെയ്ഡ് വിത്ത് നമ്മുടെ മുഖമൊക്കെ നോക്കി ഭംഗിയുണ്ടോ നോക്കാനായിട്ടുള്ള ഗ്ലാസ്സസ് വരുന്നുണ്ട്. അതിനുള്ള ലൈറ്റ്സ് വരുന്നുണ്ട്. ഇപ്പുറത്തും അതേപോലെ തന്നെ ഗ്ലാസ്സസ് വരുന്നുണ്ട്. അതിനുള്ള ലൈറ്റ്സും വരുന്നുണ്ട്. ലൈറ്റ്സിലേക്ക് വരുമ്പോൾ അൺലോക്ക് ലിവർ കാണാം, സ്പീക്കേഴ്സ് കാണാം. അതുപോലെ ഇതാണ് നമ്മുടെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലെഫ്റ്റ് റൈറ്റ് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ. പിന്നെ നമ്മൾ സാധാരണ കാണാൻ പോലെ ചൈൽഡ് ലോക്ക് വരുന്നുണ്ട്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെതർ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അടിയിൽ നമ്മൾ നോക്കുമ്പോൾ ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ആൻഡ് ദിസ് കംസ് വിത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഞാൻ എൻജിൻ ഹുഡ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആൻഡ് 6 സ്പീഡ് മാനുവലാണ്. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇപ്പോഴത്തെ എല്ലാം സുസുക്കി കാസിലും മാരുതി സുസുക്കി കാസിലും വരുന്ന AMT ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. ആക്ച്വലി ഒരുപാട് പേർക്ക് ഹെയ്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് AMT ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ. അതിപ്പോൾ നമ്മുടെ സുസുക്കിയുടെ ആയാലും ഹ്യൂണ്ടയുടെ ആണെച്ചാലും ടാറ്റയുടെ ആണെച്ചാലും എല്ലാത്തിൻ്റെ AMT എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലാഗ് ഉണ്ടാവും. ചവിട്ടി ഒരു സെക്കൻഡ് എന്തായിരിക്കും വണ്ടി നീങ്ങുക. ദിസ് ഈസ് എ ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള റെസ്പോൺസ് ചെയ്യുന്ന ഒരു CVT ട്രാൻസ്മിഷനാണ് ഈ കാറിന് വരുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ USB പോർട്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരാമെന്ന് വെച്ചാൽ ഇതുവഴി നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ആൻഡ് ഹിയർ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വയ്ക്കുന്നിടത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിയിൽ എന്താ പറയുക, കുറ്റം പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം വലുപ്പമുള്ള കാറായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. നമ്മൾ ഡാഷ് നോക്കാന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതില്ലാത്ത സാധനങ്ങളില്ല. അത്രയ്ക്കധികം സ്പേസാണ് ഈ കാറിലുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അത്രയ്ക്ക് ഫാമിലി ഫ്രണ്ട്ലി ആയിരുന്നു ഈ കാറ്. ബട്ട് വെൻ വി കം ടു മൈലേജ്, നമ്മുടെ മാരുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ മാരുതി സുസുക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് ആക്ച്വലി മാരുതിയുടെ ബാഡ്ജിങ്ങിൽ വന്ന കാറല്ല. ഇത് ആക്ച്വലി ഒറിജിനൽ സുസുക്കിയുടെ ബാഡ്ജിങ്ങിൽ വന്ന കാറാണ്. മാരുതി സുസുക്കി എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആൾക്കാർ നോക്കുന്നത് ഹൈ റിലയബിലിറ്റി, നല്ല റിലയബിൾ ആയിരിക്കണം. എഫോർഡബിലിറ്റി, നല്ല എഫോർഡബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല എക്കോണമിക് ആയിരിക്കണം. നല്ല രീതിയിൽ മൈലേജ് വേണം. ആ ടൈമിൽ എല്ലാ വണ്ടികൾക്കും 15 മേലെ മൈലേജ് ഉണ്ടായിരുന്നു. ആ പെട്രോൾ വേരിയൻ്റ് ആണെച്ചാലും ഡീസൽ വേരിയൻ്റ് ആണെച്ചാലും. അതുപോലെ തന്നെ ഈ ഡീസൽ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ കിസാഷിക്ക് നമുക്ക് ഡീസൽ വേരിയൻ്റ് ഇല്ല. അതും ഒരു റീസണാണ് നമ്മുടെ ഈ വണ്ടി ഈ ക്ലച്ച് പിടിക്കാതിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇവിടെ നമ്മളെ AC കൺട്രോൾസും കാര്യങ്ങളും ആണ് വരുന്നത്. പിന്നെ കൂടുതലായിട്ട് പറയാനായിട്ട് കോപ്പേഴ്സിൻ്റെ സീറ്റിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് കാലൊക്കെ നല്ല നീട്ടി വെച്ച് നല്ല വലുപ്പമുണ്ട് കാറ്. അതനുസരിച്ച് ലെഗ് സ്പേസ് നല്ല രസമാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഈ സീറ്റ് ആണെച്ചാലും നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ട്. ഈ ഇവിടുത്തെ ഹോൾഡിങ് കാണിച്ചാലും എല്ലാം ഈ ലെതേഴ്സ് കാര്യങ്ങളെല്ലാം എർഗണോമിക്സ് വൈസ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തരുന്ന ഒരു കാർ തന്നെയാണ് നമ്മുടെ കിസാഷി എന്ന് പറയുമ്പോൾ. നമ്മൾ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് നമ്മുടെ ലെഗ് റൂം എന്ന് പറയാന്ന് വെച്ചാൽ. ആ ഒരു 6'1" ഒക്കെയുള്ള ആൾക്കാരെന്ന് വെച്ചാലും നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂം കിട്ടും. നമ്മൾ അത് മാക്സിമം പുറത്തേക്ക് ഇട്ടിട്ടില്ല, എന്നാലും ഈ ഒരു ഇതിൽ തന്നെ നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഒട്ടും ക്ഷാമമില്ലാത്തൊരു കാറാണ്. ഇവിടെ ആണെച്ചാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സിലേക്ക് വരാന്ന് വെച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല
ക്വാളിറ്റിയുള്ള ലെതറാണ്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ബാക്കിൽ അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഹൈറ്റ് സംബന്ധിച്ച് ഞാൻ 5'6" ആണ്, അത് സംബന്ധിച്ച് നല്ലൊരു എന്താ പറയുക തൈ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ഒരു 6'1" ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് അത്ര നല്ലൊരു തൈ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു സിറ്റ് ഹിയർ. ഓക്കെ, ആൻഡ് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം. നല്ല എന്താ പറയുക വിശാലമായ വലിയൊരു ഹാൻഡ് റെസ്റ്റ് കാണാം. ഇതുകൂടിയും നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. എന്താ ഭയങ്കര വലിയൊരു കപ്പ് ഹോൾഡേഴ്സ് തന്നെയാണ് കേട്ടോ. വലിയ ബോട്ടിൽസൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾഡേഴ്സാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡിക്കിക്ക് ആക്സസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചാൽ. യെസ്, നമ്മൾ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ആക്സസ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഹോണ്ട അക്കോർഡ് V6 ചെയ്തപ്പോഴാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബാക്കിലത്തെ വിശേഷം. പിന്നെ നമ്മൾ ഡോർ പാഡ്സിലേക്ക് വരാൻ വെച്ചാൽ അതെ ഞാൻ പറഞ്ഞ പോലെ അൺലോക്കിങ് ലിവർ വരുന്നുണ്ട്, നമ്മുടെ പവർ വിൻഡോൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു വലിയൊരു ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് സെൻട്രൽ AC. ആ ഒരു ടൈമിൽ സുസുക്കിയുടെ കാറിൽ സെൻട്രൽ AC എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഒരു വണ്ടറായിരുന്നു. നമ്മൾ വണ്ടർ അടിക്കാന്ന് പറയില്ലേ, അതേപോലെയാണ് സെൻട്രൽ AC വരുമ്പോൾ. ആ ടൈമിൽ നമ്മുടെ പ്രീമിയം കാസായ BM, പസാറ്റ് അതേപോലത്തെ കാസിൽ മാത്രമാണ് സെൻട്രൽ AC വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മുടെ സുസുക്കി സെൻട്രൽ AC കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇറ്റ് വാസ് എ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സുസുക്കിയുടെ ഭാഗത്ത് നിന്ന്. ഇന്ത്യൻ മാർക്കറ്റിൽ കേട്ടോ, ഞാൻ ഇതൊക്കെ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ആക്ച്വലി ഗ്ലോബലി സുസുക്കി ഇസ് എ വെരി വെരി ബിഗ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല പ്രീമിയം കാസ് ഇറക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ബട്ട് വെൻ വി കം ടു ഇന്ത്യക്ക് വരുമ്പോൾ എന്താ പറയുക നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാർ ഇറക്കുന്ന ഒരു ബ്രാൻഡായി മാറി. എന്നുവെച്ചാൽ അങ്ങനെയാണ് അവരുടെ ഒരു സീലെന്ന് പറയാന്ന് വെച്ചാൽ. ആൻഡ് ഇവിടെ ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്, അതുപോലെ ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ വിശേഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് കംസ് വിത്ത് 6 എയർ ബാഗ്സ് കേട്ടോ. ഈ സൈഡിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. ഒരു സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ടുള്ളൊരു കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഗ്ലോബലി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു കാറാണ്. സാധാരണ ഒരു മാരുതി കാറിന് വെച്ച് ഇതിനെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇതിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചു എനിക്ക് ഈ കാശുണ്ടെങ്കിൽ എനിക്ക് ഫോക്സ് വാഗൻ്റെ വലിയൊരു വണ്ടി മേടിക്കാം, അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. ബട്ട് ഈ ഒരു കാർ നമുക്ക് സുസുക്കിയുടെ കാറ് മേടിച്ച ആൾക്കാർ സുസുക്കിയുടെ കാറാ ഇത്രയ്ക്ക് മേടിക്കാനുള്ളതുണ്ടോ എന്നായിരിക്കും ഏറ്റവും ആദ്യം ആൾക്കാർ ചോദിക്കുക. അത് തന്നെയാണ് ഇതിൻ്റെ സെയിൽസ് കുറയാനുള്ള കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അതായത് എന്തുകൊണ്ട് കിസാഷി ഫെയിലായി, എന്തുകൊണ്ട് അറിയപ്പെടാതെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഇതിന് ബാധിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള പ്രൈസ്, ഭയങ്കര ഓവർ പ്രൈസ് ആയി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CB യൂണിറ്റാണ്. ജപ്പാനിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, ആ ടാക്സ് ഈ ടാക്സ് ഒക്കെ പറഞ്ഞ് അത് നല്ല രീതിയിൽ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 18 ലക്ഷം എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22 ലാക്സ് ഒക്കെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു കാറാണ് കിസാഷി എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നൊരു 6-7 ലക്ഷം കൂട്ടി നമുക്കൊരു Audi A3 മേടിക്കാം ഒരു ടൈമിൽ. അപ്പോൾ നോക്കി അങ്ങനെയാണ് ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്തത്. നമുക്ക് ഈ ഒരു 22 അല്ലെങ്കിൽ 21 ലക്ഷം കൊടുത്തിട്ട് മാരുതി അല്ലെങ്കിൽ ഒരു സുസുക്കിയുടെ കാറ് മേടിക്കണോ എന്നാണ് ആൾക്കാർ ചിന്തിച്ചത്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാരുതി ഈസ് നോൺ ഫോർ അഫോർഡബിലിറ്റി, എക്കണോമിക് ആൻഡ് എന്താ പറയുക ഭയങ്കര റിലയബിലിറ്റി, ഇതിനൊക്കെ പേരായിട്ടൊരു വണ്ടിയാണ് ഈ മാരുതി സുസുക്കി എന്ന് പറയുമ്പോൾ. ആൾക്കാർ സുസുക്കി പറയുമ്പോൾ ഇതിന് മൈലേജ് ഇല്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് മാക്സിമം ഒരു 7-8 ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. മാനുവൽ ട്രാൻസ്മിഷൻ വെച്ചാൽ ഒരു 13 വരെ മാക്സിമം ഹൈവേയിൽ പ്രതീക്ഷിച്ചാൽ മതി. ഇത്രയ്ക്ക് മൈലേജ് കുറഞ്ഞൊരു വണ്ടിയാണ്. അതുപോലെ ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി, പാർട്സിൻ്റെ റേറ്റ്, ഒരു ചെറിയൊരു ഭാഗം പോയാൽ വരെ അത്യാവശ്യം നല്ല രീതിയിലാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു അഫോർഡബിലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ക്യാഷ് ഒരു സുസുക്കിയുടെ കാറിൽ ചിലവാക്കണോ എന്ന് ആൾക്കാർ ചിന്തിച്ചു കൊടുത്തും ഇതിൻ്റെ സെയിൽസ് കുറയാനായിട്ടുള്ള കാരണമായിട്ടുണ്ട്. ഈ ഒരു കാർ എന്ന് പറയുമ്പോൾ കൂടി 3000-ന് താഴെ യൂണിറ്റ്സ് മാത്രമാണ് വിറ്റ് പോയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 3000-ന് താഴെ മാത്രമാണ് ഒരു കാർ വിറ്റ് പോയതെന്ന് വെച്ചാൽ എത്രമാത്രം റെയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു കളക്റ്റബിൾ കാറായി, ഒരു കൾട്ട് ക്ലാസിക് ഫോളോയിങ് ഉള്ള ഒരു കാറായി മാറി ഈ കിസാഷി എന്ന് പറയാൻ വെച്ചാൽ. ഇതാണ് നമ്മൾ കിസാഷിക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ സെയിൽസ് കുറഞ്ഞു എന്നുള്ള കാരണം നമുക്ക് പറയാൻ വെച്ചാൽ ഉള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇതിൻ്റെ ഓണറെ നമുക്ക് ക്ഷണിക്കാം. ഓണർ പറയുമ്പോൾ ഇത്തിരി കൂടി കൂടുതൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം അത്യാവശ്യം നാളായിട്ട് ഈ കാർ യൂസ് ചെയ്യണതാണ്. സോ ആളെ നമുക്ക് വിളിക്കാം. ഹലോ ബ്രോനൊന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അമിത്. അപ്പോൾ സ്ഥലം കാര്യങ്ങളൊക്കെ കോഴിക്കോട് തന്നെയാണ്, ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാറ് എടുക്കാനായിട്ടുള്ളത്? അതായത് നമ്മുടെ ഈ കാർ ഇറങ്ങിയ ടൈമിൽ അറിയാം ആകെ 3 യൂണിറ്റ്സാണ് വിറ്റ് പോയിട്ടുള്ളൂ, പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര ഷോക്കായിരിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കിസാഷി എടുക്കാനായിട്ടുള്ള ഒരു കാരണം? ഒന്നാമത്തെ കാര്യം വണ്ടിനോടുള്ള ഇഷ്ടം കൊണ്ടുണ്ട്. പിന്നെ കുറെ ആയി വണ്ടി തെരഞ്ഞു നടക്കുന്നത്. ഓക്കെ, അപ്പോൾ
അങ്ങനെ എടുത്താണ്. അപ്പോൾ ഈ കാറിക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയാറുള്ളത് ഇതിൻ്റെ മെയിൻ്റെനൻസ് തന്നെയാണ്, ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെയിൻ്റെനൻസ് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് ബാക്കി വണ്ടികളെ അപേക്ഷിച്ച്. സിയാസ് ലെവലിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആണ്. ജർമ്മൻ കാർസിന്റെ ആ ലെവലിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതിന്റെ പീരിയോഡിക് സർവീസ് ആണെച്ചാലും പീരിയോഡിക് സർവീസ് ഒക്കെ കുഴപ്പമില്ല. മെയിനായിട്ട് മാരുതിയിൽ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി ഉണ്ട്, കുറച്ച് ടൈം എടുക്കും ആ ഒരു വിഷയമാണ് ഇമ്പോർട്ട് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അവൈലബിലിറ്റി കുഴപ്പമില്ല, ബട്ട് 2-3 മാസമൊക്കെ എടുക്കും പാർട്സ് കിട്ടാനല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന്റെ പാർട്സിന്റെ റേറ്റ് എങ്ങനെയാണ്? പാർട്സിന് റേറ്റ് വെച്ചാല് എങ്ങനെയായാലും എക്സ്പെൻസീവ് തന്നെയാണ്, ഏകദേശം ജർമ്മൻ കാർസിന്റെ ആ ലെവലിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ ഒരു കാർ എടുത്തിട്ട് എന്തൊക്കെ വല്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, വല്ല കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടോ? ഇല്ല, കംപ്ലൈന്റ് ആയിട്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എഞ്ചിൻ സൈഡിൽ നിന്ന് വെച്ചാലും എഞ്ചിൻ സൈഡിലായാലും പക്കയാണ് വണ്ടി. അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് എടുത്തതിന്റെ ഒരു സ്റ്റോറി പറയൂ, എങ്ങനെയാണ് എടുത്തത്, ഇത് കണ്ടെത്തിയത്? എന്ന് വെച്ചാൽ ഭയങ്കര 3000 യൂണിറ്റ്സ് ഉള്ള ആകെ ഇന്ത്യയിലുള്ളൂ, അതിൽ നിന്ന് ഇങ്ങനെ ഒരു കാർ കണ്ടെത്താനും അത് എടുത്ത ആ ഒരു സ്റ്റോറി എന്ന് പറയും. വണ്ടി സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഓണർ ആണ് ഞാൻ. എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി കണ്ടിട്ട് അത് ഇതേപോലെ തന്നെ ഏകദേശം ഒരു മോഡ് ചെയ്ത വണ്ടിയാണ്. അപ്പോ ആ ഒരു ലെവലിലുള്ള വണ്ടി കണ്ടപ്പോ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ട് സത്യം പറഞ്ഞ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് വണ്ടി കണ്ടത്. അപ്പൊ ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോ ഇത് തെരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി. കോഴിക്കോട് തന്നെ കിട്ടി. ഓക്കെ. അപ്പോൾ ആളോട് പോയിട്ട് അറിയിച്ചു ഇങ്ങനെ കാർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് തന്നു. അപ്പോൾ എത്ര നാളായി ഇത് എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് 2 കൊല്ലമായി. 2 കൊല്ലം. ഓക്കെ. ഈ 2 കൊല്ലം ഓടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? ഓ പക്ക. പിന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് നല്ലൊരു വിഷയമാണ്. മൈലേജ് ഒരു 6 കിലോമീറ്റർ മാക്സിമം. ഹൈവേയിലാണോ? ഹൈവേയിൽ ഒരു 10 അടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ ലോക്കൽ നമുക്ക് ഒരു 6 കിലോമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ മൈലേജ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കൊണ്ട് നടക്കാൻ അല്ലേ. ഓക്കെ, നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിച്ചാലോ. വണ്ടി വരുന്നത് 2.4 ലിറ്റർ ആണ് വരുന്നത്, പെട്രോൾ. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയാണ്. വണ്ടി കുറച്ചും കൂടി ആക്സലറേഷൻ കുറച്ചും കൂടി കൂടുതലാണ്. നമ്മൾ സാധാരണ ഒരു വണ്ടിനെ അപേക്ഷിച്ച് നമ്മൾ ചവിട്ടിക്കും വണ്ടി നല്ലോണം പായുന്നുണ്ട്. ഓ, കയ്യിൽ നിക്കാത്ത ഒരു സീൻ വരാറുണ്ട്. ആദ്യം എടുത്തപ്പോ പെട്ടെന്ന് കയ്യിലൊന്നും നിക്കാത്ത ഒരു ചെറിയൊരു സെഗ്മെന്റിൽ നിന്നാണ് കേറുന്നത് വെച്ചാൽ എന്തായാലും വ്യത്യാസം നല്ല രീതിക്കുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ടോപ്പ് എത്ര വരെ എടുത്തിട്ടുണ്ട്? കേരളത്തിൽ ഹൈവേയിൽ എന്തായാലും നടക്കൂല. പുറത്തുനിന്ന് ഒരു 180-190 വരെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഇതില് പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലാഗ് കാര്യങ്ങള് ലാഗ് തീരെ ഇല്ല. CVT ആയതുകൊണ്ട് ലാഗ് തീരെ വരാറില്ല. അപ്പോൾ ചവിട്ടിക്ക് നമുക്ക് ഇങ്ങനെ ആ ഒരു റെസ്പോൺസിൽ ആണ് പോവും. ഓക്കെ ബ്രോ, മുന്നേ ഏത് കാറായിരുന്നു ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ മുന്നത്തെ വണ്ടി i20. എലൈറ്റ്. ഓക്കെ ഓക്കെ. അത് ടോപ്പ് മോഡലോ? അല്ല, ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള സ്പോർട്സ് മോഡൽ. എസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ ടോപ്പ് മോഡൽ? ഓക്കെ ഓക്കെ. അത് ഏതായിരുന്നു സെഗ്മെന്റ് വരുന്നത്? CC എഞ്ചിൻ? CC 1.2. ഓക്കെ ഓക്കെ. ഓ, ഈ സാധാരണ സുസുക്കിയുടെ കാസിൽ ഡീസൽ വേരിയൻസ് വരാറുണ്ട്. ഇതിൽ ഡീസൽ വേരിയന്റ് വന്നിട്ടില്ല, പെട്രോൾ ആണ് വരുന്നേക്കുന്നത്. അതിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ടോ? അതായത് ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? സാധാരണ എല്ലാ ലക്ഷറി സെഗ്മെന്റിൽ നമ്മൾ BM, ബെൻസ്, അതുപോലെ തന്നെ എക്കോഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഡീസൽ വേരിയൻസ് വന്നിട്ടുണ്ട്. ഈ സുസുക്കിയിൽ ഡീസൽ വേരിയൻസ് വന്നിട്ടില്ല. അപ്പൊ അതില് ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടി നല്ല രീതിയിൽ. ഇല്ല, ഞാൻ പൊതുവെ യൂസ് ചെയ്തതൊക്കെ പെട്രോൾ വണ്ടികൾ തന്നെയാണ്. എനിക്ക് പിന്നെ ഡീസലിനോട് ആ ഒരു വലിയൊരു മൂഡില്ല. ഓക്കെ ഓക്കെ. ഫ്യൂച്ചറിൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? ഓക്കെ. അത് എങ്ങനെ ട്യൂൺ ചെയ്യാനായിട്ടാണോ? ട്യൂൺ ചെയ്യാനും പ്ലാൻ ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് കളറും എസ്തെറ്റിക്കലി ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ എസ്തെറ്റിക്കലി ഈ കാറിലില്ലാതെ പുതിയൊരു കാറ് മേടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? ഇത് അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് കയ്യിൽ വെച്ച് തന്നെ വേറൊരു കാറ്? അത് ഞാൻ ആദ്യം തീരുമാനിച്ചിട്ട് തന്നെ എടുത്തത്. ഓക്കെ. ഇതുണ്ടെങ്കിലും എന്തായാലും വേറൊരു സെക്കൻഡറി കാർ എന്തായാലും വേറെ വേണം. വേറൊരു വണ്ടി ഉണ്ട്, പക്ഷെ അത് ജസ്റ്റ് സിറ്റി യൂസിന് മാത്രമേ യൂസ് ചെയ്യുന്ന നാനോ. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ കാറ് ഒരു എന്താ പറയാ റയർ ആയിട്ടുള്ള ഒരു കാറാണ്. അതുപോലെ തന്നെ ഒരു കൾട്ട് ക്ലാസിക് ഫാൻ ഫോളോയിങ് ഉള്ള കാറാണ്. ഒരു ലിമിറ്റഡ് എഡിഷൻ കാർ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. 3000 യൂണിറ്റ്സ് ആണ് ആ കൂടി വിറ്റ് പോയിട്ടുള്ളൂ.
അപ്പോൾ ഈ കാറ് മേടിച്ചപ്പോൾ ഏകദേശം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയി ഉണ്ടാവും അറിയാം. എത്ര ആയിണ്ട്? വണ്ടി നല്ല റേറ്റ് ആയി. ഒന്നാമത് വണ്ടി പറഞ്ഞ പോലെ തന്നെ കുറച്ച് കളക്റ്റീവ് കാറാണ്. രണ്ടാമത്തെ കാര്യം ഈ വണ്ടി ലോ കിലോമീറ്റർ ആണ്, ആകെ 37,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ സർവീസിന്റെ കാര്യമായാലും സർവീസ് ഹിസ്റ്ററി ആയാലും ഒക്കെ പക്ക ഷോറൂം റേറ്റിന്റെ കാര്യം ഞാൻ നോക്കിയില്ല. അവര് പറഞ്ഞ റേറ്റിനാണ് മോഹവിലായിരുന്നു. കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരു വണ്ടീനെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു റയർ ആയിട്ടുള്ള കാറ് കളക്ട് ചെയ്യാന്ന് പറയാന്ന് വെച്ചാൽ അവര് പറഞ്ഞ റേറ്റ് കൊടുത്തങ്ങനെ എടുക്കും. ആൻഡ് ഫ്യൂച്ചറിൽ ഇത് കൊടുക്കാണിച്ചാലും ഇതിന്റെ ഇരട്ടി പൈസ എങ്ങനെ പോയാലും കിട്ടും. ഇത്തിരി നാൾ കൂടി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാവരും അറിഞ്ഞു തുടങ്ങും ഈ കാസിനെ കുറിച്ച്, ഇങ്ങനെ ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു തുടങ്ങും. ഇപ്പൊ തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ കിസാഷിയുടെ ഒരു റിവ്യൂ പോലും കാണാല്ലേ മലയാളത്തിൽ. ആ 2-3 ഹിന്ദിയിൽ നമ്മുടെ ഫൈസൽ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ഉണ്ട്. ആള് മറ്റേ ഓട്ടോ ബീം എന്ന് പറഞ്ഞ മാഗസിന്റെ ഓണറാണ്. ആള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തിരി പേര് മാത്രമാണ് കിസാഷിയുടെ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മലയാളത്തിൽ വേറെ വീഡിയോ ഇറങ്ങിയിട്ടില്ല. അത്രയും റയർ ആയിട്ടുള്ള ഒരു കാറാണ്. ഞാൻ തന്നെ ആകെ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ, എന്റെ തൃശ്ശൂര് ഉള്ള ആകെ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ബ്രോഡ് റീൽസിൽ കണ്ടു. ഞാൻ ഈ വണ്ടി കുറെ ഇങ്ങനെ തപ്പുണ്ട്, വല്ല വഴിയിൽ വെച്ച കാരണം ചോദിക്കാന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കേണ്ട ടൈമിലാണ് അപ്രതീക്ഷിതമായിട്ട് ബ്രോഡ് റീല് കണ്ടത്. അപ്പോൾ ഞാൻ ബ്രോക്ക് മെസ്സേജ് അയച്ചത്. ഇത് റയർ ആയിട്ടുള്ള കാറാണ്. ഞാൻ ആദ്യം നോക്കുമ്പോൾ നല്ല റീച്ച്, എല്ലാം 10K മേലെ വീഡിയോസ് റീച്ച് കയറിയിട്ടുണ്ട്. ഞാൻ കണ്ട വീഡിയോ 200 സംതിങ് കയറിയിട്ടുണ്ട്. ബ്രോ മെസ്സേജ് റിപ്ലൈ കിട്ടാവോ കാണാവോ? ആ ടൈമിൽ 7,000 ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പൊ 8,000 സംതിങ് ആയി തോന്നുന്നു. ഫോളോവേഴ്സ് കയറുന്നുണ്ട്. ആളൊന്നാമത് ബ്രോ പറഞ്ഞ പോലെ ആളെ അങ്ങനെ അറിയില്ല ആൾക്കാർക്ക് വണ്ടിനെ കുറിച്ചിട്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു കാഴ്ചയില് ആൾക്കാർക്ക് ഒന്നും കൂടി കുറെ മെസ്സേജസും വരാറുണ്ട് വണ്ടിനെ കുറിച്ച് ചോദിച്ചിട്ടൊക്കെ. ഓക്കെ, പിന്നെ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഓ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നോർത്ത് നിന്നൊക്കെയാണ് ചോദിക്കാറ്. പഞ്ചാബ്, ഗുജറാത്ത് നിന്നൊക്കെ 2 ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് വണ്ടി കൊടുക്കുന്നോ. പിന്നെ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിലും ഉണ്ട് വണ്ടി കൊടുക്കുന്നോ എന്നുള്ളത്. പറയണ റേറ്റിന് എടുക്കാന്നൊക്കെ. ഞാൻ വീഡിയോ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ്. ഇപ്പൊ കണ്ടാലും 2013 മോഡല് 13 മോഡലാന്ന് പറയില്ല, അത്രയ്ക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ്. ഞാൻ സ്റ്റോക്ക് നല്ല പക്ക സ്റ്റോക്ക് ആയിട്ടുള്ള, ഇത് സ്റ്റോക്ക് അല്ലാത്ത എലോയ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇത്തിരി ഇഷ്ടം തോന്നിയത്. ഇത്ര കളക്റ്റബിൾ ആയിട്ട് കാറാണ്, അത് ഇത്ര സ്റ്റോക്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാ. അപ്പോ അതാണ് ഞാൻ മെയിൻ ആയിട്ട് മെസ്സേജ് അയക്കാനുള്ള കാരണം. പിന്നെ മെസ്സേജ് അയച്ചപ്പോ അപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടി. ചെയ്യാന്ന് പറഞ്ഞ് റിപ്ലൈ കിട്ടിയാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട്. ഒരു റയർ കാറാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൈസ് കൊണ്ടും മൈലേജിന്റെ ഇഷ്യൂ ഒക്കെ കാരണം ഫ്ലോപ്പായി പോയ ഒരു അണ്ടർ റേറ്റഡ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കാർ നമുക്ക് തന്നത് അമിത്രോയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അപ്പനെ സീൻ ചെയ്ത് ഓക്കെ നമുക്ക് ചെയ്യാം, ഞായറാഴ്ചകൾ ഫ്രീ ആണ് വന്നോന്ന് പറഞ്ഞ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന് വളരെ നന്ദിയുണ്ട്. ഓക്കെ, ഈ ഒരു കാർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാരുതിയുടെ ഒരു ലക്ഷറി അറ്റംപ്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൈസ് ഒരുപാട് ആൾക്കാരുണ്ട്. മാരുതി സുസുക്കി, ആക്ച്വലി ദിസ് ഈസ് സുസുക്കി കാർ, ബട്ട് സുസുക്കി സ്റ്റാർട്ടിങ് കാണുമ്പോൾ എല്ലാവരും മാരുതി എന്നുള്ളൊരു കൺസെപ്റ്റില് ഇത് ഇത്രയ്ക്ക് മേടിക്കാനുണ്ടോ എന്നുള്ളൊരു പ്രൈസ് സെൻസിറ്റിവിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ ഇത് അറിയപ്പെടാണ്ട് പോയത് ഈ മാർക്കറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാർ സുസുക്കിയുടെ കിസാഷി ഇപ്പൊ അവൈലബിൾ ആണ് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ആണെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യാൻ താല്പര്യം. ഞാനിത് ഉപയോഗിക്കുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായവും ഈ കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു.